എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2025 ജനുവരിയിലെ കറണ്ട് അഫെയർസ് പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 ജനുവരിയിൽ ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് നിസാമാബാദ്, തെലുങ്കാനയിലെ നിസാമാബാദിലാണ് ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത്. അധ്യക്ഷൻ പല്ലെ ഗംഗറെഡ്ഡി. ദേശീയ മഞ്ഞൾ ബോർഡ് അധ്യക്ഷൻ പല്ലെ ഗംഗറെഡ്ഡി. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ. കാസർഗോഡ് നിന്നുള്ള സങ്കര ഇനം തെങ്ങാണ് ബേഡകം. ലബനൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നവാഫ് സലാം ആണ്. നവാഫ് സലാം. ബേഡകം എന്ന സങ്കര ഇനം തെങ്ങിനം ഏത് ജില്ലയിൽ നിന്ന് വികസിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ്. കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യത്തിലെ ആദ്യ പുരുഷ അധ്യാപകനായി നിയമിതനായത് RLV രാമകൃഷ്ണനാണ്. കേരള കലാമണ്ഡലത്തിലെ ഭരതനാട്യത്തിലെ ആദ്യ പുരുഷ അധ്യാപകൻ RLV രാമകൃഷ്ണൻ. ലോകബാങ്കിൻ്റെ ഗ്ലോബൽ എക്കണോമിക്സ് പ്രോസ്പെക്ട് റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയുടെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച 6.7% ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് നാവിക് 02. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് നാവിക് 02. 2025 ജനുവരിയിൽ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായത് നൈജീരിയ. 2025 ജനുവരിയിൽ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം USA ആണ്. 2025 ജനുവരിയിൽ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയത് USA. 2025 പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ കിരീടവും വനിതാ കിരീടവും നേടിയത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് നേപ്പാളിനെയാണ്. 2024-25 വർഷത്തെ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ സംസ്ഥാനം കർണാടകയാണ്. 2025 പ്രഥമ ഖോ വേൾഡ് കപ്പിൽ പുരുഷ വനിതാ കിരീടം നേടിയത് ഇന്ത്യ. പരാജയപ്പെടുത്തിയത് നേപ്പാളിനെ. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. 2025 ജനുവരി 21 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. കവചം എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ഉദ്ഘാടനം 2025 ജനുവരി 21 മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്കയാണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. പാകിസ്ഥാനിൽ വിസ്തൃതിയിൽ ഏറ്റവും വലിയ വിമാനത്താവളം ഗ്വാദർ. നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് VK ബേബി കമ്മിറ്റി. VK ബേബി കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി. ലോക സാമ്പത്തിക ഉച്ചകോടി വേദി ദാവോസ്. വനിതകളുടെ അണ്ടർ-19 T20 ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ വൈഷ്ണവി ശർമ്മ. 2025 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി 2 സ്ഥലങ്ങളിലായിട്ടാണ് ലേയും ജമ്മു ആൻഡ് കാശ്മീരും. ജനുവരി 23 പരാക്രം ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ജനുവരി 23. 2025 ജനുവരിയിൽ അന്തരിച്ച കഥകളി കലാകാരൻ അപ്പുണ്ണി തരകൻ. ഇന്ത്യൻ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് D. ഗുഗേഷ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവ് രാമൻ രാജമണ്ണൻ. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവ് രാമൻ രാജമണ്ണൻ.
ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24 ഈ വർഷത്തെ തീം ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം. ദേശീയ ബാലികാ ദിനം ജനുവരി 24, തീം ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം. 2025 ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തതും പൂനെയിലാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമായിരുന്നു. ജേതാക്കൾ തൃശ്ശൂരാണ്. 2ാം സ്ഥാനം പാലക്കാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമായിരുന്നു. ജേതാക്കൾ തൃശ്ശൂർ. 2ാം സ്ഥാനം പാലക്കാട്. ഇസ്രായേലിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ജിതേന്ദ്ര പാൽ സിംഗ്. ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിംഗറാണ്. ഇറ്റലിക്കാരനാണ് യാനിക് സിംഗർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിംഗർ. 76ാമത് റിപ്പബ്ലിക് ദിന പ്രമേയം സുവർണ ഭാരതം പൈതൃകവും വികസനവും. മുഖ്യ അതിഥി പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. 2025 ജനുവരിയിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാഫി. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ. ഋതു ഭരോസ എന്ന കാർഷിക നിക്ഷേപ സഹായ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന. തെലുങ്കാനയുടെ കാർഷിക നിക്ഷേപ സഹായ പദ്ധതിയാണ് ഋതു ഭരോസ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 29. എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന കേരളത്തിലെ ആദ്യ നഗരസഭ പരവൂരാണ്. കൊല്ലം ജില്ലയിലാണ്. എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന കേരളത്തിലെ ആദ്യ നഗരസഭ പരവൂർ, കൊല്ലം. ISROയുടെ 100ാമത്തെ വിക്ഷേപണം നടന്നത് 2025 ജനുവരി 29. ഉപഗ്രഹം NVS-02, റോക്കറ്റ് GSLV F-15, ഭാരം 2250 കിലോഗ്രാം. മിഷൻ ഡയറക്ടർ തോമസ് കുര്യനായിരുന്നു. സമയത്തെ ISRO ചെയർമാൻ V നാരായണൻ. ISROയുടെ 100ാമത്തെ വിക്ഷേപണം 2025 ജനുവരി 29. ഉപഗ്രഹം NVS-02, റോക്കറ്റ് GSLV F-15, ഭാരം 2250 കിലോഗ്രാം. മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ. ISRO ചെയർമാൻ V നാരായണൻ. നീതി ആയോഗിൻ്റെ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യ പട്ടികയിൽ 18 സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. കേരളത്തിൻ്റെ സ്ഥാനം 15ാമതാണ്. ഏറ്റവും പിന്നിൽ 18ാം സ്ഥാനത്തുള്ളത് പഞ്ചാബാണ്. എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പ് മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആർഡേറിൻ്റേതാണ്. എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലെ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിലെ കുംഭമേളയുടെ പശ്ചാത്തലത്തിലുള്ളതാണ്. ദേശീയ കുഷ്ഠരോഗ ദിനം ജനുവരി 30. 2025 പ്രമേയം യുണൈറ്റ് ആക്ട് എലിമിനേറ്റ്. അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള യജ്ഞമാണ്. ദേശീയ കുഷ്ഠരോഗ ദിനം ജനുവരി 30. പ്രമേയം യുണൈറ്റ് ആക്ട് എലിമിനേറ്റ്. രക്തസാക്ഷിത്വ ദിനം. മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30. ദേശീയ വനിതാ കമ്മീഷൻ്റെ 33ാമത് സ്ഥാപക ദിനം ജനുവരി 31. ഈ വർഷത്തെ തീം നാരി തു നാരായണി. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ ഡോക്യുമെൻ്ററി സംവിധായകൻ തപൻ K. ബോസ്. 2025 ജനുവരിയിൽ കണ്ടെത്തിയ ഏലത്തിൻ്റെ പുതിയ ഇനങ്ങളാണ് എലട്ടേരിയ ഫാൾസിഫറ, എലട്ടേരിയ ടുലിപ്പിഫറ. ഇനി 2025 പത്മ അവാർഡുകൾ. 2025 പത്മവിഭൂഷൺ 7 പേർക്കാണ് കിട്ടിയത്. ആ 7 പേർ ആരെല്ലാമാണെന്ന് നോക്കാം. ദുവൂർ നാഗേശ്വർ റെഡ്ഡി. മെഡിസിൻ വൈദ്യശാസ്ത്ര വിഭാഗത്തിലാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡിക്ക് പത്മവിഭൂഷൺ കിട്ടിയത്. തെലങ്കാനയിൽ നിന്നുള്ള വ്യക്തിയാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി. മറ്റൊരാൾ ജഗദീഷ് സിംഗ് ഗെഹാർ. ജഗദീഷ് സിംഗ് ഗെഹാർ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പബ്ലിക് അഫയേഴ്സിലാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ചണ്ഡീഗഡ് സ്വദേശിയാണ്. കുമുദിനി രജനീകാന്ത് ലഗിയ കഥക് കലാകാരിയാണ്. ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ലക്ഷ്മി നാരായൺ സുബ്രഹ്മണ്യം വയലിൻ വിദഗ്ധനാണ്. കർണാടകയിൽ നിന്നുള്ള വ്യക്തിയാണ്. MT വാസുദേവൻ നായർ മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ കിട്ടിയത്. സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന മേഖലയിലാണ് കിട്ടിയത്. കേരളം.
ഒസാമു സുസുക്കി മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ കിട്ടിയത്. വ്യാപാര വ്യവസായ മേഖലയിൽ നിന്നാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ജപ്പാൻകാരനാണ്. ശാരദ സിൻഹ മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ഗായികയാണ്, ബീഹാർ സ്വദേശിനിയാണ്. 7 പേർക്കാണ് പത്മവിഭൂഷൺ. ദുവൂർ നാഗേശ്വർ റെഡ്ഡി, ജഗദീഷ് സിംഗ് ഗെഹ്ലോട്ട്, കുമുദിനി രജനീകാന്ത് ലക്കിയ, ലക്ഷ്മി നാരായൺ സുബ്രഹ്മണ്യം, MT വാസുദേവൻ നായർ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ. അതിൽ മരണാനന്തര ബഹുമതിയായിട്ട് 3 പേർക്ക്, MT, ഒസാമു സുസുക്കി, ശാരദ സിൻഹ. ഇനി പത്മവിഭൂഷൺ ലഭിച്ച കഥക് കലാകാരി കുമുദിനി രജനീകാന്ത് ലക്കിയ. മരണാനന്തര ബഹുമതിയെ പത്മവിഭൂഷൺ ലഭിച്ച ഗായിക ശാരദ സിൻഹ. മലയാളി MT വാസുദേവൻ നായർ. ഇനി 2025 പത്മഭൂഷൺ പുരസ്കാരം 19 പേർക്ക് കിട്ടി. അതിൽ മലയാളികൾ PR ശ്രീജേഷ്, ഹോക്കി താരം PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, പ്രമുഖ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഇവർക്കാണ് കേരളത്തിൽ നിന്നും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 19 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി പത്മശ്രീ പുരസ്കാരം 113 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾ ഫുട്ബോൾ താരം IM വിജയനും സംഗീതജ്ഞ ഡോക്ടർ K ഓമനക്കുട്ടിയാണ്.